ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഐഡിയയെപ്പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നല്ല ബുദ്ധിയുള്ള, അതായത് ഐക്യു കൂടുതലുള്ള പലരും ലൈഫിൽ പിന്നോട്ട് പോകുന്നതും അതേസമയം സാധാരണക്കാർ വലിയ വിജയങ്ങൾ നേടുന്നതും എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇക്യു? വളരെ സിമ്പിളാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ഫീലിംഗ്സ് തിരിച്ചറിയാനും അത് മാനേജ് ചെയ്യാനുമുള്ള കഴിവ്. പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ജീവിത വിജയത്തിന്റെ ഒരു 80% തീരുമാനിക്കുന്നത് ഐക്യു അല്ല, മറിച്ച് ഈ ഇക്യു പോലെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായി, ഇതിന് നമ്മുടെ ബ്രെയിനുമായിട്ട് എന്താ ബന്ധം? നമ്മുടെ തലച്ചോറിന് ഒരു ഇമോഷണൽ ഭാഗവും ഒരു ലോജിക്കൽ ഭാഗവുമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇമോഷണൽ ബ്രെയിൻ ലോജിക്കൽ ബ്രെയിനിനേക്കാൾ വേഗത്തിൽ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ എന്തെങ്കിലും പറഞ്ഞു പോകില്ലേ? അതിനെയാണ് ഗോൾമാൻ അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് ഇക്യു പഠിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും. ഐക്യു പോലെ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല ഇക്യു. നമ്മുടെ ബ്രെയിനിന് സ്വയം മാറാനൊരു കഴിവുണ്ട്. അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാക്ടീസിലൂടെ ആർക്കും ഇമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിയല്ല, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് ജീവിതത്തിലെ വിജയത്തിന്റെ യഥാർത്ഥ താക്കോൽ. ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഐഡിയയെപ്പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നല്ല ബുദ്ധിയുള്ള, അതായത് ഐക്യു കൂടുതലുള്ള പലരും ലൈഫിൽ പിന്നോട്ട് പോകുന്നതും അതേസമയം സാധാരണക്കാർ വലിയ വിജയങ്ങൾ നേടുന്നതും എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇക്യു? വളരെ സിമ്പിളാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ഫീലിംഗ്സ് തിരിച്ചറിയാനും അത് മാനേജ് ചെയ്യാനുമുള്ള കഴിവ്. പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ജീവിത വിജയത്തിന്റെ ഒരു 80% തീരുമാനിക്കുന്നത് ഐക്യു അല്ല, മറിച്ച് ഈ ഇക്യു പോലെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായി, ഇതിന് നമ്മുടെ ബ്രെയിനുമായിട്ട് എന്താ ബന്ധം? നമ്മുടെ തലച്ചോറിന് ഒരു ഇമോഷണൽ ഭാഗവും ഒരു ലോജിക്കൽ ഭാഗവുമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇമോഷണൽ ബ്രെയിൻ ലോജിക്കൽ ബ്രെയിനിനേക്കാൾ വേഗത്തിൽ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ എന്തെങ്കിലും പറഞ്ഞു പോകില്ലേ? അതിനെയാണ് ഗോൾമാൻ അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് ഇക്യു പഠിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും. ഐക്യു പോലെ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല ഇക്യു. നമ്മുടെ ബ്രെയിനിന് സ്വയം മാറാനൊരു കഴിവുണ്ട്. അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാക്ടീസിലൂടെ ആർക്കും ഇമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിയല്ല, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് ജീവിതത്തിലെ വിജയത്തിന്റെ യഥാർത്ഥ താക്കോൽ.